പൂനെയിൽ പോലീസ് ചമഞ്ഞ സ്വർണ്ണമോഷണം വ്യാപകമെന്ന് പരാതി. മലയാളി കുടുംബമാണ് ഒടുവിൽ തട്ടിപ്പിനിരയായത്. വല്ലാത്തൊരു തട്ടിപ്പാണ് നടത്തുന്നത്. മോഷണ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് മാല അഴിപ്പിച്ച് പൊതിയിലാക്കി നൽകിയെന്നും വീട്ടിലെത്തി പൊതി തുറന്നപ്പോൾ കണ്ടത് കല്ലുകളാണെന്നും വീട്ടമ്മ പറയുന്നു. പ്രതികളുടെ CCTV ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു. പൂനെയിലെ ശിക്രാപൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങുകയായിരുന്നു പ്രതിഭ. CCTV ദൃശ്യങ്ങളിൽ വീട്ടമ്മയ്ക്ക് പിന്നാലെ 2 ബൈക്കുകളിലായി 4 പേർ പിന്തുടരുന്നത് കാണാം. വീടിനകത്ത് നിന്ന് ഏറെ അകലെയല്ലാത്ത ഒരിടത്ത് വെച്ച് പോലീസ് എന്ന് പരിചയപ്പെടുത്തിയയാൾ തടഞ്ഞു നിർത്തി. കാക്കു കാക്കു എന്ന് വിളിച്ചിട്ട് ഞങ്ങൾ പോലീസാണെന്ന് പറഞ്ഞ് ഐഡൻറ്റി കാർഡ് കാണിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ഇവിടെയൊക്കെ ചാക്കു വെച്ച് മാല കട്ട് ചെയ്തുകൊണ്ടൊക്കെ പോണ്, അതുകൊണ്ട് ഈ മാല ഊരി അവർ തരുന്ന പേപ്പറിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പേപ്പറിൽ വെച്ച് ഇട്ട് പറഞ്ഞ് അത് പേഴ്സിൽ വെച്ച് വീട്ടിൽ കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലാണ് ആൾ ഈ പേപ്പർ തരണത്, ഞാനാണ് മാല ഊരി ഈ പേപ്പറിൽ വെക്കണത്. ഇനി വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് 2 കല്ലായിരുന്നു. പോലീസ് എന്ന് പരിചയപ്പെടുത്തിയ ആളുടെ മുന്നിൽ വെച്ച് സംഘത്തിലെ മറ്റൊരാളും സ്വർണ്ണാഭരണങ്ങൾ അഴിച്ച് പൊതിക്കുള്ളിലാക്കിയിരുന്നു. ഇത് തട്ടിപ്പിന്റെ ഭാഗമായുള്ള നാടകമാണ്. പിന്നീട് ഇരുവരും ബൈക്കിൽ മടങ്ങുന്ന ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പ്രതികൾ ഹെൽമറ്റ് ധരിച്ചതിനാൽ CCTV ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ല. ബൈക്കുകൾക്ക് നമ്പർ പ്ലേറ്റും ഇല്ലായിരുന്നു. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് സംഭവം നടന്നത്. പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 2 ദിവസം മുമ്പ് പൂനെയിലെ വിശ്രാന്തവാടിയിൽ വെച്ച് മറ്റൊരു സ്ത്രീയും സമാന മോഷണത്തിന് ഇരയായിരുന്നു. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.